അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് തുടക്കമിട്ടത് അതിനാടകീയ നിമിഷങ്ങളോടെ. 10 വർഷത്തിനു ശേഷം അമേരിക്കയിൽ കാലുകുത്തിയ പുടിനെ കാത്തിരുന്നത് അപ്രതീക്ഷിത കാര്യങ്ങൾ. എൻമെന്റ് ഓഫ് റിച്ചാർഡ്സണിൽ വ്ളാഡിമിർ പുടിൻ തന്റെ വിമാനത്തിൽ നിന്നിറങ്ങി ഡൊണാൾഡ് ട്രംപിനെ കാണുന്ന നേരത്ത് B-2 സ്റ്റെൽത്ത് ബോംബറുകളും F-22 യുദ്ധവിമാനങ്ങളും ആകാശത്ത് പറന്നുയർന്നു. US വ്യോമതാവളത്തിലേക്ക് പുടിനും ട്രംപും ഒരുമിച്ച് നടന്നു നീങ്ങുന്നതിനിടെ തലയ്ക്ക് മുകളിലൂടെ B-2 സ്റ്റെൽത്ത് വിമാനം ഇരമ്പിയെത്തുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ബോംബർ വിമാനത്തിന്റെ ശബ്ദം കേട്ട പുടിൻ തല ഉയർത്തി ഒരു നിമിഷം വിമാനങ്ങളെ നോക്കുന്നതും ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരമൊരു സ്വീകരണം നൽകുന്നതിലൂടെ പുടിനെ തങ്ങളുടെ സൈനിക ശക്തി അറിയിക്കുകയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഇത് കണ്ട് പുടിൻ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ആധുനിക യുദ്ധവിമാനങ്ങളിലൊന്നായ B-2 ബോംബറിന്റെയും ഫൈറ്റർ ജെറ്റുകളുടെയും അപ്രതീക്ഷിത ശബ്ദവും കാഴ്ചയും പുടിനെ ഞെട്ടിച്ചു. അദ്ദേഹം നടത്തം നിർത്തി ആകാശത്തേക്ക് നോക്കി. എന്നാൽ ട്രംപ് ഈ സൈനിക പ്രകടനത്തിൽ ഒരു കൂസലുമില്ലാതെ കൈയടിച്ച് ആഘോഷിക്കുകയായിരുന്നു. ട്രംപിന്റെ വാഹനമായ ബീസ്റ്റിൽ പുടിൻ യാത്ര തുടർന്നതും ശ്രദ്ധേയമായി. സാധാരണ സ്വന്തം വാഹന വ്യൂഹത്തിൽ യാത്ര ചെയ്യുന്ന പുടിൻ ട്രംപിനൊപ്പം വാഹനത്തിൽ ചിരിച്ച മുഖത്തോടെയാണ് നീങ്ങിയത്. മറ്റൊരു രാജ്യത്തിന്റെ തലവൻ US പ്രസിഡന്റിനൊപ്പം കാറിൽ യാത്ര ചെയ്യുന്നത് അത്ര സാധാരണമായ കാഴ്ചയുമല്ല. ചർച്ചയിൽ ട്രംപിനൊപ്പം അമേരിക്കൻ വിദേശ സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും ഉണ്ടായിരുന്നു. സെർഗി ലാവ്റോവും പങ്കെടുത്തു. ഉപദേശകരില്ലാതെ അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്ക് ചർച്ച നടത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. 6 വർഷങ്ങൾക്ക് ശേഷമാണ് പുടിനും ട്രംപും കാണുന്നത്. ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടെങ്കിലും എന്നാൽ അന്തിമ കരാറിലേക്ക് എത്താനായിട്ടില്ലെന്നും അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് സംയുക്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കനത്ത സുരക്ഷാ വലയത്തിലാണ് ട്രംപ് പുടിൻ ഉച്ചകോടി നടന്നത്. ചർച്ച നടക്കുന്ന മുറിക്ക് പുറത്ത് തുല്യ എണ്ണം US റഷ്യൻ സുരക്ഷാ ഏജന്റുമാർ നിലയുറപ്പിച്ചിരുന്നു. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാനവാതിൽ തുറന്നേക്കുമെന്ന പ്രത്യാശയോടെ പുറപ്പെടും മുൻപ് ഏറെ നിർണായകമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ചർച്ച അനുകൂലമല്ലാതിരിക്കാനുള്ള സാധ്യത 25% ഉള്ളൂവെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഒരു കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്ന നിലവിൽ US സംസ്ഥാനമായ അലാസ്കയിലേക്ക് വാഷിംഗ്ടണിൽ നിന്ന് 7 മണിക്കൂർ യാത്രയുണ്ട്. റഷ്യയുടെ കരാതിർത്തിയിൽ നിന്ന് ബെറിംഗ് കടലിടുക്ക് വഴി അലാസ്കയിലേക്ക് 90 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതേസമയം ഉഗ്രപ്രകടശേഷിയുള്ളവയാണ് US വ്യോമസേനയുടെ B-2 ബോംബർ വിമാനങ്ങൾ. 30,000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ കഴിയുന്നവയാണ് B-2 വിമാനം. 3 പതിറ്റാണ്ടുകളായി അമേരിക്കൻ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന US വ്യോമസേനയിലെ ആയുധമാണ് B-2 സ്റ്റെൽത്ത് ബോംബർ. 1989 ആദ്യമായി ഈ വിമാനം പറന്നു. ശത്രു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തുളച്ചു കയറാനുള്ള അത്ഭുതകരമായ കഴിവ് B-2 സ്റ്റെൽത്ത് ബോംബറിനുണ്ട്. നോർത്ത് ഗ്രൂമാൻ എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തിടെ ഇറാനും ഇസ്രയേലും തമ്മിലുണ്ടായ 12 ദിവസത്തെ യുദ്ധത്തിൽ അമേരിക്ക ഇടപെട്ടതോടെയാണ് B-2 സ്റ്റെൽത്ത് ബോംബറുകൾ വാർത്തകളിൽ നിറയുന്നത്. അത്യാധുനിക സംവിധാനം എല്ലാമുള്ള റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ അനായാസം കഴിയുന്ന B-2 സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് ഒന്നിന് $2 ബില്യൺ ഏകദേശ വില. B-2 ബോംബറുകളുടെ പരിപാലനത്തിന് മാത്രമായി അമേരിക്ക പ്രതിവർഷം $40 മില്യൺ ചിലവാക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനെ നേരിടാൻ അമേരിക്ക ഈ ആയുധം ഉപയോഗിച്ചതും ഇക്കാരണങ്ങളാലാണ്. റഷ്യ അമേരിക്ക ചർച്ചയ്ക്ക് ശേഷം പുടിൻ ട്രംപിനെ റഷ്യയിലേക്ക് ക്ഷണിച്ചുവെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.